30 ലക്ഷം പേജുകൾ, ആയിരക്കണക്കിന് രഹസ്യ വീഡിയോകൾ, എപ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായും പുറത്തു വരുമ്പോൾ ഇന്ത്യ വീണ്ടും ഞെട്ടുകയാണ്. ലോക നേതാവ് നരേന്ദ്രമോദിയുടെ പേരുകൾ ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രണവ് ദ ഡീകോഡർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എപ്സ്റ്റീൻ ഫയൽ ആൻഡ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയൽസിൽ കാണുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സംശയമാണ്, ഇതൊരു വലിയൊരു അഴിമതിയുടെ തെളിവാണോ എന്നാണ്. ഇതൊരു വമ്പൻ അഴിമതിയുടെ തെളിവോ അതോ വെറും ഒരു കെട്ടുകഥയോ? അതേപോലെ തന്നെ എപ്സ്റ്റീൻ അയച്ച ഫയലുകളിൽ മോദിയെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പേജ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക. ആപ്പിന് ശേഷം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വ്യൂസും അതേപോലെ തന്നെ ചാനലിന്റെ റീച്ചും ഡൗൺ ആണ്. ഒരിക്കലും ഒരു അവസാനമല്ല, വെറും ഒരു തുടക്കം മാത്രം. സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചേക്കും. സ്റ്റാർട്ടിംഗ് ഫേസിൽ, സ്ട്രഗ്ലിംഗ് ഫേസിൽ നിങ്ങൾ ഓരോ കമന്റും ഷെയറും ലൈക്കും എല്ലാം എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും. കണ്ടിന്യൂ യുവർ ടോപ്പിക്, എപ്സ്റ്റീൻ ഫയൽസ് ആൻഡ് നരേന്ദ്രമോദി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എവിടെയാണ് നരേന്ദ്രമോദിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ വരുന്നതെന്ന് നോക്കാം. ജെഫ്രി എപ്സ്റ്റീൻ ഒരു ഖത്തർ ഉദ്യോഗസ്ഥൻ അയച്ച മെയിലിലാണ് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ മോദിയുടെ ചരിത്രപ്രധാനമായ ഇസ്രയേൽ സന്ദർശനത്തിന് തൊട്ടുശേഷമാണ് ജെഫ്രി എപ്സ്റ്റീൻ ഈ ഒരു മെയില് ഈ ഒരു ഖത്തർ ഉദ്യോഗസ്ഥന് അയക്കുന്നത്. ഒരു മെയിലിൽ എപ്സ്റ്റീൻ അവകാശപ്പെടുന്നത് മോദിയുടെ ഇസ്രയേൽ സന്ദർശനം വിജയമായത് അദ്ദേഹം ചില ഉപദേശങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റിന് ഗുണകരമാവുന്ന രീതിയിൽ മോദി പ്രവർത്തിച്ചു എന്നും എപ്സ്റ്റീൻ ഈ മെയിലുകളിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല 2019 മോദിയും സ്റ്റീവ് ബാനോനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് എപ്സ്റ്റീൻ ഇടനിലക്കാരനായി നിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നും ഈ ഫയലുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എപ്സ്റ്റീന്റെ ഫയൽസുകളിലും മെയിൽസിന്റെ ഇടയിലും ഇങ്ങനത്തെ ടോക്സ് കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ചാറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും മോദിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ എപ്സ്റ്റീന് മറുപടി നൽകിയതായിട്ടോ നേരിട്ട് കണ്ടതായിട്ടുള്ള ഒരു തെളിവുകളും ഇതുവരെ ഇറങ്ങിയ ഈ 30 ലക്ഷം പേജുകളുള്ള ഈ ഒരു ഫയലുകളിൽ ഇല്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് ശക്തമായി പ്രതികരിച്ചത് ട്രാഷി റൂമിനേഷൻസ് ബൈ എ കൺവിക്റ്റഡ് ക്രിമിനൽ എന്ന് പറഞ്ഞാണ്. ഇങ്ങോട്ട് വിശദമായി പറയുകയാണെങ്കിൽ എപ്സ്റ്റീൻ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി പോലുള്ള പ്രമുഖരുടെ പേര് അനാവശ്യമായി പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയാണ്, ഒരു ഇമെയിലിലൂടെ പറയാണ്, എടാ ഞാൻ കാരണമാണ് മോദി ഇസ്രയേൽ സന്ദർശിച്ചത്, ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലായിരുന്നെങ്കിൽ മോദിക്ക് ഇതൊന്നും സാധിക്കില്ല, മോദിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഡയലോഗ്സ് മാത്രം, അതാണ് ഇവിടെയും സംഭവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ഇതേപോലെ പലരുടെയും പേര് ഇതേപോലെ അൺവാണ്ടഡ് ആയിട്ട് വലിച്ചേക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകളായി. ജെഫ്രി എപ്സ്റ്റീൻ എന്തിന് മോദിയുടെ പേര് പറഞ്ഞു, ഇതിന് പിന്നിൽ നമ്മളറിയാത്ത വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും സംശയിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ മോദിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എപ്സ്റ്റീന്റെ ഫയലിലുള്ള ഒരു മെയിലിൽ മോദിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ കുറ്റവാളികളുടെ ലിസ്റ്റിൽ മോദിയുടെ പേര് വരുന്നില്ല. രണ്ടുപേരും സംസാരിച്ചതായോ നേരിട്ട് കണ്ടതായോ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒരു ഫയൽസിലും കാണിക്കുന്നില്ല, ഒരു ഫയൽസിലും രേഖകളില്ല. ചുരുക്കത്തിൽ മോദി എക്സ്പോസ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്സ്റ്റീനെ പോലുള്ളൊരു കുറ്റവാളി ബാക്കിയുള്ളവരുടെ മുന്നിൽ താൻ എത്രയും പവർഫുൾ ആണ്, എത്രയും കണക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ അനാവശ്യമായി പല പ്രമുഖരുടെയും പേരുകൾ യൂസ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ ഇറങ്ങിയ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഫയലുകളും ഡോക്യുമെന്റ്സും വീഡിയോസും റിലീസ് ചെയ്യാനുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതെല്ലാം റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഒരു വീഡിയോയിൽ മോദിയും എപ്സ്റ്റീൻ ഫയൽസ് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ അനിൽ അംബാനി, മൈക്കൽ ജാക്സൺ പലരുടെയും കുറിച്ച് സംസാരിക്കാനുണ്ടായിരിക്കും. ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യുകയാണ്. എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓണാക്കി വെക്കാനും മറക്കരുത്. അതേപോലെ തന്നെ പറ്റുവാണെങ്കിൽ 3-4 ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.